അവളിൽ നിന്നും മറുപടി കേട്ടപ്പോൾ സിദ്ധാർത്ഥ പറഞ്ഞത് ഉച്ചത്തിലായി പോയെന്ന് അവന് മനസ്സിലായി. ചെറിയൊരു ചമ്മൽ സിദ്ധാർത്ഥന് തോന്നിയെങ്കിലും അവനത് മറച്ചു വെച്ചുകൊണ്ട് ഗൗരിയോടായി പറഞ്ഞു, എന്താ പോവാം, നമുക്ക് പാർട്ടിക്ക് പോകും മുന്നേ വേറൊരിടം വരെ പോകണം. അവൾ എങ്ങോട്ടാണെന്നൊന്നും സിദ്ധാർത്ഥനോട് ചോദിക്കാൻ നിന്നില്ല. സിദ്ധാർത്ഥിന് പിന്നാലെ അവളും നടന്നു. സ്റ്റെയർ കേസ് എത്തിയതും അവൾ ഒന്ന് നിന്നു. സിദ്ധാർത്ഥ് അത് ശ്രദ്ധിച്ചിരുന്നു. എന്താടോ, എന്തു പറ്റി? അത് പിന്നെ സിദ്ധാർത്ഥ്, ഈ വസ്ത്രം, ഓ ഇറങ്ങാൻ ബുദ്ധിമുട്ടുണ്ടാവുമല്ലേ? അവൾ ചെറിയ നിരാശയിൽ പറഞ്ഞു. ഓക്കെ, ഷാലായി? സിദ്ധാർത്ഥ് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു. അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയതും അവൾക്ക് കണ്ണുകൾ എടുക്കാൻ പറ്റാത്ത വിധം ആ നോട്ടത്തിൽ കുടുങ്ങിപ്പോയി. ഗൗരി, സിദ്ധാർത്ഥ് അവളെ വിളിച്ചു. ഒരു സ്വപ്നലോകത്ത് എന്ന പോലെ അവൾ ഞെട്ടി ഉണർന്നു. പെട്ടെന്ന് തന്നെ അവളെ ഇരു കൈകളും പൊക്കിയെടുത്തുകൊണ്ട് സിദ്ധാർത്ഥ് ഏറിറങ്ങാൻ തുടങ്ങി. അപ്പോഴാണ് അങ്ങോട്ടേക്ക് വാസുവും മറ്റൊരു ജോലിക്കാരനും വന്നത്. സിദ്ധാർത്ഥ് ഗൗരിയെ എടുത്ത് സ്റ്റെയർ ഇറങ്ങുന്നത് കണ്ട് വാസു ഒന്ന് അതിശയിച്ചു. കീരിയും പാമ്പും ആണെന്ന് പറഞ്ഞിട്ടിപ്പോ ഇത്ര അടുത്തല്ലോ എൻ്റെ ഈശ്വര, മരണം വരെ ഇവരെ ഇങ്ങനെ നീ അകറ്റല്ലേ, വാസു പ്രാർത്ഥിച്ചു. സ്റ്റെയർ ഇറങ്ങിയ സിദ്ധാർത്ഥ് ഗൗരിയെ നിലത്തു വെച്ചു. വാസു അങ്കിൾ, ഞങ്ങൾ പുറത്തേക്ക് പോവുകയാണ് കേട്ടോ, ഗൗരി കുഞ്ഞൊരു കുട്ടിയെ പോലെ പറഞ്ഞു. തീർച്ചയായും മോളെ, പോയിട്ട് വരൂ. സിദ്ധാർത്ഥ് അപ്പോഴേക്കും പുറത്തേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു. മോളെ ഗൗരി, നീ ഒന്ന് ആഞ്ഞു പിടിച്ചാൽ ആ സിദ്ധാർത്ഥ് നിന്റെ ആവും. നിങ്ങൾ തമ്മിൽ എന്തുമാത്രം പൊരുത്തമാണെന്ന് അറിയുമോ? എന്റെ തന്നെ കണ്ണ് കിട്ടുമെന്നാ തോന്നുന്നത്. വാസു ഒരു മുത്തശ്ശിയെ പോലെ പറയുന്നത് കേട്ട് ഗൗരി ഒന്ന് ചിരിച്ചു. എന്നാ പോയിട്ട് വരാം അങ്കിൾ. ശരി മോളെ. സിദ്ധാർത്ഥ് കാൽ കയറി അവൾക്ക് വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു. എൻ്റെ ഈശ്വര, ദേ അടുത്ത ടാസ്ക്. ഞാൻ ഏത് സീറ്റിൽ കയറും, ഫ്രണ്ട് അല്ലെങ്കിൽ ബാക്ക്? ബാക്കിൽ തന്നെ ആവാം, ഇനി ഫ്രണ്ടിൽ കയറിയിട്ട് ഇങ്ങർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? ഗൗരി പതുക്കെ ബാക്ക് സീറ്റ് ഡോറ് തുറന്നു. പെട്ടെന്ന് തന്നെ ഡ്രൈവർ സീറ്റ് തുറന്ന് സിദ്ധാർത്ഥ് പുറത്തേക്ക് വന്നു. താൻ എന്തേ കാണിക്കുന്നത്? അവൻ ചോദ്യത്തിൽ ദേഷ്യം വ്യക്തമായിരുന്നു. ഇരിക്കാൻ. അത് കേട്ടതും സിദ്ധാർത്ഥ് അവളെ വലിച്ചുകൊണ്ട് കാറിന്റെ ഫ്രണ്ട് ഡോർ തുറന്നു കൊടുത്തു. എൻ്റെ ഗൗരി, പ്ലാൻ നിന്റെ പോലെ തന്നെ ആവുന്നുണ്ട്, അവൾ ഉള്ളാലെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. കാർ അവിടെ നിന്നും റോഡിലേക്ക് ഇറങ്ങി. ഫ്രണ്ട് മിററിലൂടെ ഗൗരി സിദ്ധാർത്ഥിനെ തന്നെ നോക്കാൻ തുടങ്ങി. എൻ്റെ ഈശ്വര, എങ്ങനെയാ പൊട്ടിപ്പെണ്ണിട്ടിട്ട് പോയി. നല്ല ഭംഗി, ഒരുപാട് പണം, സ്നേഹം. എന്തായാലും എൻ്റെ അനിയനെ രക്ഷിച്ച് നിങ്ങൾക്ക് ഞാൻ എന്തെങ്കിലും ചെയ്തു തരണ്ടേ? ഞാൻ നിങ്ങളുടെ അനന്യെ കണ്ടെത്തി തരും. അപ്പോൾ നമ്മുടെ കോൺട്രാക്റ്റ് അവസാനിപ്പിച്ച് നമുക്ക് നമ്മുടെ വഴിയിൽ പോകാമല്ലോ. പക്ഷെ അവളുടെ ഉള്ളിൽ എവിടെയോ ഒരു ബുദ്ധിമുട്ടുള്ളത് പോലെ അവൾക്ക് തന്നെ തോന്നി. താലി ചാർത്തിയ ആളെ കാമുകിക്ക് കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റുമോ? ഇങ്ങനോട് തന്നെ ചോദിച്ചു നോക്കിയാലോ? എന്തായാലും യാത്രയല്ലേ, വീണ്ടും പറഞ്ഞും പോവാം. സിദ്ധാർത്ഥ്, അവൻ അവളെ ഒന്ന് നോക്കി. എന്താ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താ? ഒരു ഭാര്യയ്ക്ക് അവളുടെ ഭർത്താവിനെ പഴയ കാമുകിക്ക് വിട്ടുകൊടുക്കാൻ പറ്റുമോ? സിദ്ധാർത്ഥ് പെട്ടെന്ന് കാറ് സ്റ്റോപ്പ് ചെയ്തു. അത് കണ്ടതും ഗൗരി ഞെട്ടിത്തരിച്ചുകൊണ്ട് മുന്നിലേക്ക് തന്നെ നോക്കിയിരുന്നു. വാട്ട്? നീ എന്താ ചോദിച്ചേ? ഒന്നുമില്ല സിദ്ധാർത്ഥ്, പ്ലീസ് വണ്ടി എടുക്ക്, നമുക്ക് പോവാം. എക്സ്ക്യൂസ് മീ ഗൗരി, താൻ എന്താ ചോദിച്ചത് എന്ന്? ഗൗരി, നീ മരിച്ചതുപോലെ കിടക്ക്, ഇല്ലെങ്കിൽ അങ്ങേര് നിന്നെ വണ്ടിയോടിട്ട് കത്തിച്ചു കളയും, അവൾ മനസ്സിൽ പറഞ്ഞു. ഒന്നുമില്ല സിദ്ധാർത്ഥ്, പ്ലീസ് വണ്ടി എടുക്ക്. ഗൗരി നോക്ക്, ഇതുപോലെയുള്ള ചീപ്പ് ചോദ്യങ്ങൾ മേലിൽ ആവർത്തിക്കരുത്. ഇല്ല സിദ്ധാർത്ഥ്, സോറി. സിദ്ധാർത്ഥ് കാറ് മുന്നോട്ടെടുത്തു. എൻ്റെ ഈശ്വര, കൈച്ചലായി. ഗൗരി, ഇനി ഇവിടെ എത്തും വരെ നീ മിണ്ടിപ്പോവരുത്, അവൾ അവളോട് തന്നെ പറഞ്ഞു. ജീവൻ തിരിച്ചു കിട്ടിയ അറവ് മാടിനെ പോലെ അവൾക്ക് തോന്നി. ഏതാനും നിമിഷങ്ങൾ കൊണ്ട് അവർ ഒരു ബ്യൂട്ടി പാർലറിൽ എത്തിച്ചേർന്നു. അവൾ സിദ്ധാർത്ഥിനെ ഒന്ന് നോക്കി. ഇറങ്ങ്. സിദ്ധാർത്ഥ്, ഇത് എനിക്കാണോ? പിന്നെ ലേഡീസ് പാർലർ ഞാൻ എന്ത് ചെയ്യാനാ? സിദ്ധാർത്ഥ്, ഇതൊന്നും യൂസ് ചെയ്യാറില്ല. വാട്ട്? താൻ ഇതൊന്നും യൂസ് ചെയ്യാറില്ലേ? ഇല്ല സിദ്ധാർത്ഥ്. നോക്ക് ഗൗരി, ഇത് ഇന്നലെ വരെ, ഇനി ഇങ്ങോട്ട് നീ ഇങ്ങനെ ആവണം. സിദ്ധാർത്ഥ്, പിന്നീട് അവൾക്ക് സംസാരിക്കാൻ ഒരു സ്പേസ് കൊടുക്കാതെ അവൻ അവളുടെ കൈകൾ പിടിച്ചുകൊണ്ട് പടികൾ കയറി. പെട്ടെന്ന് അവൾ ഫ്രോക്ക് തട്ടി വീഴാൻ പോയി. സിദ്ധാർത്ഥ തക്ക സമയം പിടിച്ചതുകൊണ്ട് അവൾ താഴേക്ക് വീണില്ല.
പതിയെ സിദ്ധാർത്ഥ അവളെ എടുത്തുയർത്തി പാർലറിലേക്ക് കയറി. അവിടെ ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്തതിനു ശേഷം സിദ്ധാർത്ഥന്റെ മുന്നിലേക്ക് അതീവ സുന്ദരിയായി ഗൗരി വന്നു നിന്നു. സാർ, നിങ്ങൾ പറഞ്ഞ മേക്കപ്പ് അല്ലേ ഇത്? മാഡം സിമ്പിൾ മതി എന്ന് പറഞ്ഞപ്പോൾ സിദ്ധാർത്ഥ ഒന്നും മിണ്ടാതെ അവളെ തന്നെ നോക്കി നിന്നുപോയി. അല്ലെങ്കിലേ സുന്ദരിയായി അവളെ മേക്കപ്പ് ചെയ്ത് കണ്ടപ്പോൾ സിദ്ധാർത്ഥന് അതിശയം തോന്നി. ഗൗരി, എന്നാ പോകാം, സിദ്ധാർത്ഥ് പറഞ്ഞു. പോകുന്നതിനിടയിൽ ഒരുപാട് തവണ സിദ്ധാർത്ഥ അറിയാതെ തന്നെ അവളുടെ മുഖത്തേക്ക് അവന്റെ കണ്ണുകൾ പാഞ്ഞുകൊണ്ടിരുന്നു. അവന്റെ കണ്ണുകൾ അവളോട് പറയാതെ പറയുന്നുണ്ടായിരുന്നു, നീ സുന്ദരിയാണെന്ന്. അധികം വൈകാതെ പാർട്ടി നടക്കുന്നിടത്തേക്ക് അവർ എത്തിച്ചേർന്നു. കാറിൽ നിന്നും ഇറങ്ങിയതും സിദ്ധാർത്ഥ അവളുടെ കൈകൾ മുറുകെ പിടിച്ചു. ഗൗരി, എൻ്റെ അടുത്ത് നിന്നും ദൂരേക്ക് പോകരുത്, എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം. പിന്നെ എങ്ങോട്ടെങ്കിലും പോവുകയാണെങ്കിൽ എന്നെ കാണും വിധം മാത്രം ദൂരേക്ക് പോയാൽ മതി. ഒരു കാമുകൻ കാമുകിയോട് പറയുന്നത് പോലെ അവൾക്ക് തോന്നി. സിദ്ധാർത്ഥ്, എനിക്ക് ഈ പാർട്ടി ഒന്നും പരിചയമില്ല. ഗൗരി, ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കുന്നത്, വാ. ഒന്ന് നടന്ന ശേഷം ഗൗരി നീന്നു. എന്തു പറ്റി സിദ്ധാർത്ഥ്? പറ, എന്തു പറ്റി? എൻ്റെ പിൻഭാഗം. അതും പറഞ്ഞുകൊണ്ട് അവൾ ഉമിനീരിറക്കി. ഗൗരി, ഇതൊന്നും കാര്യമാക്കണ്ട, ഇതൊക്കെ നോർമൽ വേഷമാണ്. നീ കണ്ടോ, കൂതറ വേഷത്തിൽ കുറെ ഉണ്ടാവും. അവളെ സമാധാനിപ്പിക്കാൻ എന്ന പോലെ അവൻ പറഞ്ഞു. നിനക്ക് ബുദ്ധിമുട്ടാവുകയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം. എന്താ സിദ്ധാർത്ഥ്? നിക്ക്. അതും പറഞ്ഞുകൊണ്ട് സിദ്ധാർത്ഥ അവളുടെ പിൻഭാഗത്തായി കപ്പിൾസ് പിടിക്കുന്നത് പോലെ പിടിച്ചു. ഓക്കെ ആണോ? അവൾ ചെറുതായി ഒന്ന് തലയാട്ടി. എന്നവാ. സിദ്ധാർത്ഥ പാർട്ടി നടക്കുന്നിടത്തേക്ക് കയറി. സിദ്ധാർത്ഥിന്റെ കൂടെ ഒരു പെണ്ണിനെ കണ്ടതും എല്ലാവരും അവനെ തന്നെ നോക്കി. അല്പനേരം കൊണ്ട് തന്നെ ഗൗരിക്ക് അവിടെ ബോറടിക്കാൻ തുടങ്ങി. സിദ്ധാർത്ഥ് വലിയ വലിയ ബിസിനസ് കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. അതൊന്നും അവൾക്ക് അറിയുക പോലുമില്ല. പതിയെ അവൾ സിദ്ധാർത്ഥിനോടായി ചോദിച്ചു. സിദ്ധാർത്ഥ്, ഞാൻ ആ ബാൽക്കണിയിലേക്ക് നിൽക്കട്ടെ? എന്തു പറ്റി? എനിക്ക് ബോറടിക്കുന്നുണ്ട്. സിദ്ധാർത്ഥ് ചെറിയതായി പുഞ്ചിരിച്ചുകൊണ്ട് അവളെ നോക്കി. വേറെ എങ്ങോട്ടും പോകരുത്. ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അവൾ തലയാട്ടി. പതിയെ ഗൗരി ഒരു ഗ്ലാസ് ജ്യൂസും എടുത്ത് ബാൽക്കണി ലക്ഷ്യമാക്കി നടന്നു. രാത്രിയിലെ നഗരത്തിന്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് നിൽക്കുന്ന ഗൗരിയുടെ പുറത്താരോ വന്ന് തൊട്ടു. ഞെട്ടിത്തിരിഞ്ഞു നിൽക്കുന്ന ഗൗരി ആളെ കണ്ട് വിളറി നിന്നു. അത് മറ്റാരുമല്ല, കിരണായിരുന്നു. ഗൗരി, നീ ഇവിടെ? അവൾ അവന്റെ ചോദ്യത്തിന് മറുപടി നൽകാതെ അവിടെ നിന്ന് മാറി. ഗൗരി, ചോദിച്ചതിന് മറുപടി തരൂ. ഞാൻ ഇവിടെ ഉണ്ടെന്നറിഞ്ഞ് വന്നതാണോ? അയ്യോ കിരൺ സാർ, നിങ്ങൾ എവിടെ കിടക്കുന്നു? ഞാൻ എവിടെ കിടക്കുന്നു? നിങ്ങൾക്ക് വലിയ വലിയ പണക്കാരി പെൺകുട്ടികളെ അല്ലേ കാണാൻ പറ്റൂ, അതുകൊണ്ട് ചെന്നാട്ടെ, അവൾ കളിയാക്കുന്ന പോലെ പറഞ്ഞു. ഗൗരി, സ്റ്റോപ്പ്. എനിക്ക് നിന്നോട് അല്പം സംസാരിക്കണം. നീ ഇവിടെ എന്നെ കാണാൻ വന്നതാണെന്ന് എനിക്ക് നന്നായി അറിയാം. കിരൺ, മാറി നിൽക്ക്. ഞാൻ നിന്നെ കാണാൻ വന്നതല്ല. അവിടെ നിന്ന് പോകാൻ ഒരുങ്ങുന്ന ഗൗരിയുടെ കയ്യിൽ കടന്നു പിടിച്ചുകൊണ്ട് കിരൺ പറഞ്ഞു. നിനക്ക് പോകാൻ പറ്റില്ല ഗൗരി, കാരണം നീ എൻ്റെയാണ്. നിന്റെയോ? ആതിരയുടെ കൈകൾ നീ പിടിച്ചാൽ മതി. അവളെ സ്നേഹിക്കാൻ തുടങ്ങിയ അന്ന് നമ്മുടെ ബന്ധം അവസാനിച്ചാണ് കിരൺ. എൻ്റെ കയ്യിൽ നിന്ന് വിട. ഇല്ല ഗൗരി, നിന്നെ ഞാൻ വിടില്ല. നീ എന്നെ കാണാൻ വന്നതാണെന്ന് പറയാതെ വിടില്ല. കിരൺ, വിടാനാ പറഞ്ഞത്. അവളുടെ കൈകളിലേക്ക് രക്തയോട്ടം നിലയ്ക്കും പോലെ കിരൺ ബലമായി പിടിച്ചു. അവളുടെ കൈവിരലുകൾ നീല നിറമായി തുടങ്ങി. പെട്ടെന്ന് കിരണിന്റെ കൈകളെ ശക്തമായി ആരോ പിടിച്ചു വലിച്ചു. അവന്റെ കൈകൾ പതിയെ ഗൗരിയുടെ കൈകളെ വിട്ടുകൊണ്ട് ആ വ്യക്തിയെ നോക്കി. അത് സിദ്ധാർത്ഥ് തന്നെയായിരുന്നു. ഹായ് കിരൺ, സിദ്ധാർത്ഥ് ഒന്നും മനസ്സിലാവാത്ത പോലെ പറഞ്ഞു. സിദ്ധാർത്ഥ് കിരണിനോട് സംസാരിക്കുന്നത് സത്യമാണോ എന്നറിയാൻ കിരൺ അതിശയിച്ചു നിന്നു. സത്യത്തിൽ കിരൺ ബിസിനസ് ചെയ്യുന്നുവെങ്കിലും സിദ്ധാർത്ഥാണ് അവിടുത്തെ നമ്പർ 1 ബിസിനസ്മാൻ. അവനുമായി ഒരു കൂട്ട്, അത് ആരും ആഗ്രഹിക്കുന്ന ഒന്നായിരുന്നു. ഹായ് സിദ്ധാർത്ഥ്. സിദ്ധാർത്ഥ് ഒരു ചിരിയോടെ കിരണിനെ നോക്കിയ ശേഷം അവന്റെ മുഖം മാറാൻ തുടങ്ങി. മേലിൽ ഇത് ആവർത്തിക്കരുത്. അത് പറയുമ്പോൾ കിരണിന്റെ കൈകൾ സിദ്ധാർത്ഥന്റെ കയ്യിൽ ഞെരങ്ങി അമർന്നിരുന്നു. അത് പറയുമ്പോൾ കിരണിന്റെ കൈ സിദ്ധാർത്ഥന്റെ കൈക്ക് ഉള്ളിൽ തന്നെ നിന്നു. പക്ഷെ കിരൺ വേദന മുഖത്ത് വരാതെ സിദ്ധാർത്ഥനോടായി ചോദിച്ചു. മിസ്റ്റർ സിദ്ധാർത്ഥ് വർമ്മ, നിങ്ങൾ എന്ത് കാര്യമാണ് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോഴേക്കും പാർട്ടിയിലുള്ള ആളുകളെല്ലാം അവിടെ ഒത്തുകൂടിയിരുന്നു. ഹോ, ഇപ്പോഴും മനസ്സിലായില്ല? അത്രമാത്രം പറഞ്ഞുകൊണ്ട് സിദ്ധാർത്ഥ് ഗൗരിയെ നോക്കി. കിരണിന്റെ മുഖത്ത് ഒരു ഞെട്ടലുണ്ടായിരുന്നു. പക്ഷെ സിദ്ധാർത്ഥ് ഒന്നും തുറന്നു പറയാതെ വിശ്വസിക്കാൻ കിരൺ തയ്യാറായിരുന്നില്ല. എനിക്ക് മനസ്സിലായില്ല സിദ്ധാർത്ഥ് വർമ്മ.
സിദ്ധാർത്ഥ് അവനെ തന്നെ പുച്ഛത്തോടെ നോക്കിയ ശേഷം കയ്യിൽ നിന്നും പിടിവിട്ടുകൊണ്ട് ഗൗരിയെയും കൂടി അവിടെ നിന്നും പാർട്ടി ഹാളിലേക്ക് നടന്നു. കിരണിന്റെ അടുത്തു നിന്നും സിദ്ധാർത്ഥ് അവളെ ചേർത്ത് പിടിച്ചത് ഗൗരിക്ക് വലിയ ആശ്വാസം തന്നെയായി. കിരണിന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. ഇവൻ എന്തിനാ ഇവളെ കൊണ്ട് നടക്കുന്നത്? കിരൺ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. ഗൗരിയുമായി നടന്നു നീങ്ങുന്ന സിദ്ധാർത്ഥിന്റെ കൈ ഗൗരിയുടെ കയ്യിൽ നിന്ന് വിടുവിച്ചുകൊണ്ട് ഗൗരിയെ ചേർത്ത് നിർത്തിക്കൊണ്ട് കിരൺ സിദ്ധാർത്ഥിന് നേരെ കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, നിന്നെ പോലെ ഉള്ളവന്മാർക്ക് കൊണ്ടു നടക്കാനുള്ള പെണ്ണുങ്ങൾ വേറെ കിട്ടും. ഇവൾ എന്റെ പെണ്ണാണ്. ഓഹോ. സിദ്ധാർത്ഥ് പുച്ഛത്തോടെ പറഞ്ഞത് കേട്ട് കിരൺ അവനെയൊക്കെ തന്നെ നോക്കി. കാതടുപ്പിക്കും ശബ്ദത്തോടെ കേട്ടുകൊണ്ടിരുന്ന DJ അവിടെ നിലച്ചു. അവിടും കിരണിന്റെ ശബ്ദം മുഴങ്ങി കേട്ടു. നിന്റെ കാമുക ആരാണെന്ന് നന്നായി കൂടി നിൽക്കുന്ന എല്ലാവർക്കും അറിയാം. പിന്നെ എന്തിനാ നീ ഗൗരിയുമായി വന്നത്? അല്ലെങ്കിലും നിന്നെ പോലെ ഒരാൾക്ക് വസ്ത്രം മാറുന്നത് പോലെയല്ലേ പെണ്ണുങ്ങളെ മാറുന്നത്? അത് പറഞ്ഞു തീർന്നതും കിരണിന്റെ കാരണം അടച്ചുള്ള അടിയുടെ ശബ്ദം അവിടെ മുഴങ്ങി കേട്ടു. ഒരു നിമിഷത്തേക്ക് കിരണിന്റെ ചുണ്ടും കവളും ഒരു വശത്തേക്ക് കോടി നിന്നുപോയി. മേലിൽ മറ്റു ബിസിനസ്സുകാരുമായി എന്നെ താരതമ്യം ചെയ്തു പോകരുത്. പിന്നെ ഗൗരി എന്റെ കാമുകിയോ ഭാര്യയോ ആവും. അതൊന്നും നീ നോക്കേണ്ട ആവശ്യമില്ല. കിരണിന്റെ കൈ അപ്പോഴേക്കും ഗൗരിയിൽ നിന്ന് മാറിയിരുന്നു. സിദ്ധാർത്ഥ് ഗൗരി അവന്റെ അടുത്തേക്ക് വിളിച്ചു. നീ ഓക്കെ അല്ലേ? അവൾ നന്നായി ഭയന്നിട്ടുണ്ടെന്ന് അവളുടെ മുഖം കണ്ടപ്പോൾ തന്നെ സിദ്ധാർത്ഥിന് മനസ്സിലായിരുന്നു. എല്ലാവരും കിരണിനെ തന്നെ പരിഹാസത്തോടെ നോക്കുന്നത് കണ്ട് കിരണിന്റെ തോലി ഉരിഞ്ഞുപോയി. അല്ലെങ്കിലും സിദ്ധാർത്ഥുമായി ഏറ്റുമുട്ടാൻ ഇവന് ഭ്രാന്താണോ? ബിസിനസ് ലോകത്തെ പ്രാന്തൻ ബിസിനസ്സുകാരനാണ് സിദ്ധാർത്ഥ്. അവന്റെ കൂടെയുള്ള പെണ്ണിനെ പിടിച്ചു വലിച്ച് കോപ്രായം കാട്ടാൻ നിന്നാൽ ഇതല്ല ഇതിനപ്പുറം നടക്കും. അവിടെ കൂടി നിന്നവർ പലതും കുശുകുശുത്തു. ഇനി അവന്റെ കാര്യം തീരുമാനമായിക്കോളും. പലരും പരിഹാസത്തോടെ പറയുന്നത് കേട്ട് കിരണിന് ദേഷ്യം സഹിക്കാനായില്ല. ഗൗരി നീ ഓക്കെ അല്ലേ? വീണ്ടും സിദ്ധാർത്ഥ് അവളോട് ചോദിച്ചു. അതെ സിദ്ധാർത്ഥ്. അവളുടെ കൈകൾ കിരൺ പിടിച്ചു വലിച്ച പാടുകൾ ചുവന്നു കിടക്കുന്നത് സിദ്ധാർത്ഥ് ശ്രദ്ധിച്ചു. നോക്കട്ടെ ഗൗരി. അവൻ അവളുടെ കൈകൾ വലിച്ചുകൊണ്ട് പറഞ്ഞു. ബാസ്റ്റാർഡ്, അവനെയൊക്കെ എന്താ ചെയ്യേണ്ടത് എന്ന് എനിക്ക് നന്നായി അറിയാം. അയ്യോ സിദ്ധാർത്ഥ്, വേണ്ട, ഒന്നും ചെയ്യേണ്ട. ഉപദ്രവിച്ചവന്മാരെ എല്ലാം തലയിൽ കയറ്റി വെക്കുന്നത് എന്തിനാ ഗൗരി? അവൾ പതിയെ തല താഴ്ത്തി. സിദ്ധാർത്ഥ്, ഞാൻ ഒന്ന് ബാത്റൂമിൽ പോയിട്ട് വരട്ടെ. പോയി വേഗം വരണം. അവൾ തലയാട്ടിക്കൊണ്ട് പറഞ്ഞ് അവിടെ നിന്ന് പോയി. സിദ്ധാർത്ഥന്റെ ദേഷ്യം അതിന്റെ മൂർധന്യ അവസ്ഥയിൽ തന്നെയായിരുന്നു. വെറും ഒരു കോൺട്രാക്ട് വൈഫായിട്ടും താൻ എന്തിന് അവൾക്ക് വേണ്ടി ഇത്രയും പ്രഷർ എടുക്കണമെന്ന് അവനൊന്ന് ചിന്തിച്ചു. അതിനുള്ള ഉത്തരം ഒരു ചിരിയായി അവന്റെ ഉള്ളിൽ തെളിഞ്ഞു. ബാത്റൂമിൽ കയറിയതും ഗൗരി പുറത്തു നിന്നും കുറച്ച് സ്ത്രീകളുടെ ശബ്ദം കേട്ടു. ആ സിദ്ധാർത്ഥ് വർമ്മ എന്തൊരു ഹാൻസം ആണ്. നീ സിദ്ധാർത്ഥ് വർമ്മയെ മാത്രമാണോ കണ്ടിട്ടുള്ളത്? ആ പെൺകുട്ടിയെ കണ്ടില്ലേ? രണ്ടുപേരും എന്ത് നല്ല ജോഡിയാണ്. ശരിയാണ്, പക്ഷെ വഴക്കുണ്ടാക്കിയ പയ്യൻ ഏത് കമ്പനിയുടെ ആളാണാവോ? അതൊന്നും അറിയില്ല. എന്തായാലും സിദ്ധാർത്ഥുമായിട്ട് അവന്റെ ഏറ്റുമുട്ടൽ അവനെ മിക്കവാറും സിദ്ധാർത്ഥ് നിലം പരിശാക്കും. അതും പറഞ്ഞുകൊണ്ട് ആ സ്ത്രീകൾ അവിടെ നിന്നും പോയി. അവർ പോയെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രമാണ് ഗൗരി പുറത്തേക്ക് വന്നത്. പുറത്തേക്ക് വന്ന ഗൗരി സിദ്ധാർത്ഥിനെ തിരിഞ്ഞുകൊണ്ട് മുന്നോട്ട് നടന്നു. പെട്ടെന്നാണ് അവളെ പിടിച്ചു വലിച്ചുകൊണ്ട് ആരോ മറ്റൊരു ഭാഗത്തേക്ക് നീങ്ങിയത്. പെട്ടെന്നുള്ള സംഭവത്തിൽ ഗൗരി ഭയന്നു പോയിരുന്നു. വിട്, എന്നെ വിടാനാ പറഞ്ഞത്. അവളെ വലിച്ചുകൊണ്ട് വന്നത് മറ്റാരുമായിരുന്നില്ല, ആതിരയായിരുന്നു. നീ എന്താടി പീര പെണ്ണെ ഇവിടെ? ആതിര ദേഷ്യത്തിൽ ചോദിച്ചുകൊണ്ട് അവളുടെ കൈകളെ ഞെരുക്കാൻ തുടങ്ങി. ആതിര, നീ എന്റെ കയ്യിൽ നിന്ന് വിടടി. ഗൗരി ദേഷ്യത്തിൽ ആതിരയ്ക്ക് നേരെ ഒച്ച വെച്ചുകൊണ്ട് പറഞ്ഞു. നീ എന്റെ ചോദ്യത്തിന് മറുപടി തരാതെ ഈ പിടുത്തം ഞാൻ വിടുമെന്ന് നീ വിചാരിക്കേണ്ട. നീ എന്തിനീ പാർട്ടിക്ക് വന്നു? നീ മനഃപൂർവ്വം കിരണുമായി അടുക്കാൻ കാരണങ്ങൾ മെനയുകയല്ലേ ഗൗരി? ഓഹോ, അത് ശരി. നീയൊക്കെ അങ്ങനെയാണോ വിചാരിച്ചിരിക്കുന്നത്? ആതിര അവളെ രൂക്ഷമായി നോക്കി അവളുടെ കൈകളെ ഒന്നുകൂടി ഞെരുക്കി. എടി ആതിര, നിനക്ക് എന്താ വട്ടായോ? എന്റെ കയ്യിൽ നിന്നും വിട്. ഇല്ലടി, നീ എങ്ങനെ ഇവിടെ വന്നു എന്നറിയാതെ നിന്നെ ഞാൻ വിടില്ല. ഗൗരിയുടെ കൈകൾ അപ്പോൾ മുറിഞ്ഞ് രണ്ട് കഷ്ണമാവുമെന്ന് അവൾക്ക് തോന്നി. വിരലുകൾ നീല നിറമായിരുന്നു. ആതിര മോളെ, ഞാൻ നിന്നെ ഉപദ്രവിക്കാൻ വന്നതല്ല. മോളോ? ആരടി ദരിദ്രവാസി നിന്റെ മോള്? ആതിര, നീ എന്തൊക്കെ പറഞ്ഞാലും നീ എന്റെ സഹോദരിയാണ്. നിന്നെ പോലെ ദരിദ്രവാസികളെ എന്റെ കുടുംബക്കാരാണെന്ന് പറയാൻ എനിക്ക് നാണങ്ങ് തോന്നുന്നു. ആതിര, നീ എന്റെ കൈ വിട്. നമുക്ക് എന്തുണ്ടെങ്കിലും നല്ലതുപോലെ സംസാരിക്കാം പ്ലീസ്. ഗൗരി നിറവാർന്ന കണ്ണുകൾ അവൾക്ക് നേരെ ഉയർത്തിക്കൊണ്ട് പറഞ്ഞു. എടി, നിന്നെ പോലെ ഒരുത്തി ഇതേ പോലെ ഉള്ള പാർട്ടിക്ക് എത്തണമെങ്കിൽ നീ ആള് മോശക്കാരി അല്ലല്ലോ. ഇപ്പൊ ഏത് പണക്കാരനെയാണ് കറക്കിക്കൊണ്ട് നടക്കുന്നത്? ആതിരെ, നീ എന്താ ഇങ്ങനെ പറയുന്നത്? പിന്നെ അല്ലാതെ മാനം വിറ്റ് ജീവിക്കുകയല്ലാതെ നിനക്കിനി വേറെ എന്തുണ്ട്? അന്ന് വിക്രമിന്റെ റൂമിന് പകരം നീ ഏത് പിഴച്ചവന്റെ റൂമിലേക്കാണ് കയറി പോയത്?
ആതിരയുടെ വാക്കുകൾ അവളുടെ ഹൃദയത്തിൽ ഒരു ഹമ്പ് പോലെ തോന്നി. ആതിര, അപ്പോൾ അന്ന് എല്ലാം നിങ്ങളുടെ പ്ലാൻ ആയിരുന്നോ? പിന്നെ നീ എന്താ വിചാരിച്ചത്? ചുമ്മാ നീ അങ്ങ് കയറി ചെന്നാൽ പണം തരാൻ അവിടെ നിന്റെ ചത്തുപോയ തന്ത ഇരിപ്പുണ്ടെന്നോ? ആതിര, മരിച്ചുപോയന്റെ അച്ഛനെ പറഞ്ഞതും ഗൗരിക്ക് നൊന്തു. അയ്യോടാ, ഞാനങ്ങ് പേടിച്ചു. നിന്റെ ഈ വശ്യമായ സൗന്ദര്യം കണ്ട് വല്ല പണക്കാരും വീഴും, അല്ലെങ്കിൽ വീഴ്ത്താമെന്ന് കരുതിയല്ലേ നീ ഈ പാർട്ടിക്ക് വന്നത്? അല്ലെങ്കിൽ നിന്നെ പോലെ മാനം വിറ്റ് ജീവിക്കുന്നവർക്ക് എവിടെയും കയറി പറ്റാൻ എളുപ്പമല്ലേ? ടിക്കറ്റ് കിട്ടാൻ കിടന്നു കൊടുത്താൽ മതിയല്ലോ. അത് കേട്ടതും ഗൗരിയുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. ആതിര, ഞാൻ മിണ്ടി പോകരുത്. നിനക്ക് വേണ്ടത് പണമല്ലേ? ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ അപ്പുവിന്റെ ചികിത്സയ്ക്കുള്ള പണം ഞാൻ തയ്യാറാക്കി തരും. ഒറ്റ രാത്രി മാത്രം മതി. ആതിര മോളെ, നീ വലിയ പതിവ്രത. ഗൗരി അവളുടെ വാക്കുകൾ കേട്ട് വിഷമവും ദേഷ്യവും സഹിക്കാനാവാതെ അവളുടെ കൈ ബലമായി വിടുവിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകാനായി ഒരുങ്ങി. അതിനെ തടഞ്ഞുകൊണ്ട് ആതിര വീണ്ടും മുന്നോട്ടേക്ക് വന്നു. നിക്ക്, അങ്ങനെയൊക്കെ പോയാലോ? നീ ഞാൻ പറഞ്ഞ കാര്യത്തിന് മറുപടി പറ. എനിക്ക് പറ്റില്ല ആതിര. ഞാനിപ്പോ എന്റേതായ ജീവിതമാണ് ജീവിക്കുന്നത്. മറ്റൊരുത്തന്റെ കൂടെ കിടക്ക പങ്കിടാൻ ഇനി ഒരിക്കലും ഈ ഗൗരി രാമചന്ദ്രൻ തയ്യാറാവില്ല. അപ്പൊ നീ വിക്രമിന്റെ അടുത്തേക്ക് പോകില്ല അല്ലേടി? അതെ, പോകില്ല, കരഞ്ഞുകൊണ്ട് ഗൗരി പറഞ്ഞു. അത് പറഞ്ഞു തീർന്നതും കെട്ടിവെച്ച ഗൗരിയുടെ മുടിക്കൊത്തിനെ പിടിച്ചുകൊണ്ട് ആതിര അവളെ നിലത്തേക്ക് വലിച്ചിട്ടു. ആതിര, പ്ലീസ് എന്നെ വിട, ഗൗരി കരഞ്ഞുകൊണ്ട് പറഞ്ഞു. മിണ്ടി പോകരുത്. ഞങ്ങളുടെ നാശം കാണാനാണ് നീ ആഗ്രഹിക്കുന്നത് എന്ന് എനിക്കറിയാമടി. അങ്ങനെ നിന്നെ വെറുതെ ഞാൻ വിടില്ല. വിക്രമിന്റെ അടുത്തേക്ക് എത്തിക്കുക തന്നെ ചെയ്യും. ശേഷം കുനിഞ്ഞിരുന്ന ആതിര ഗൗരിയുടെ മുഖത്തേക്ക് ആഞ്ഞൊരടി കൊടുത്തു. ആ അടിയിൽ ഗൗരിയുടെ തല ചുവരിൽ ശക്തിയായി ഇടിച്ചു. തലയ്ക്കുള്ളിൽ വല്ലാത്ത കുലുക്കവും അവൾക്ക് അനുഭവപ്പെട്ടു. പതി അവളുടെ കണ്ണുകൾ അടയാൻ തുടങ്ങി. അടയുന്ന കണ്ണുകൾ വലിച്ചു തുറക്കാൻ ശ്രമിച്ചുകൊണ്ട് ഗൗരി പറഞ്ഞു, വേണ്ട ആതിര, പ്ലീസ്. കുഴഞ്ഞു നാവുകൊണ്ട് ഗൗരി ആതിരയോടായി പറഞ്ഞു. അതിന് മറുപടിയായി ഒരു ക്രൂര ചിരി മാത്രമായിരുന്നു ആതിരയുടെ മുഖത്ത്. പെട്ടെന്നായിരുന്നു തനിക്ക് മുന്നിൽ അഹങ്കാരത്തോടെ ഇരുന്ന ആതിരയെ ആരോ വലിച്ചെടുത്ത് ചുമരിലേക്ക് ആഞ്ഞു തള്ളുന്നത് ഗൗരി അടയുന്ന കണ്ണുകൾ കൊണ്ട് കണ്ടത്. കൂടെ ഉച്ചത്തിൽ ആതിരയുടെ ഒരു നിലവിളിയും. തുടരും. അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.